ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും സുഖമാണല്ലേ? അപ്പം എന്തൊക്കെ വിശേഷങ്ങൾ? സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസമാണെന്ന് എനിക്കറിയാം. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1 വയസ്സ് വരാൻ കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളെ പണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കങ്ങനെ അധികം യൂട്യൂബിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോൾ കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എനിക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങളെപ്പോലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെ നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെ വേണം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അപ്പം ഞാൻ എന്നെ കൊണ്ട് എൻ്റെ ഇതിൽ വരുന്നതിലൊക്കെ എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ കാണുന്ന വീഡിയോസിനും കാര്യത്തിനും എല്ലാം. അപ്പോൾ ഞാൻ കൂടുതലും കുക്കിംഗ് ആയാലും എല്ലാം ഇതുപോലുള്ള വീഡിയോസ് യൂട്യൂബിലൂടെ ഒക്കെ തന്നെയാണ് ഞാൻ ഓരോ ദിവസങ്ങളും കണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ നല്ല രീതിയിൽ സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോഴും ഇന്ന് പിന്നെ സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ നല്ല ചൂടാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ തന്നെ വെയിലൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ സൺഡേ ആണെങ്കിൽ പോലും നമുക്ക് പുറത്ത് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ. ഞങ്ങൾ നേരത്തെയൊക്കെ വെയിലൊക്കെ കുറവുള്ള സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകാറുണ്ട്. ഇപ്പം തന്നെ പപ്പയുടെ ഇല്ല, കുട്ടികളെ കൂട്ടി ഞങ്ങൾക്ക് പുറത്ത് പോകാൻ ഹസ്ബൻഡും കൂടി ഇല്ലാത്തത് കാരണം ഞങ്ങളിപ്പോൾ എങ്ങനെയും പോകാറില്ല. സ്കൂട്ടി എടുത്തിട്ട് പോകാനുള്ളൊരു എന്ന് വെച്ചാൽ അതേപോലത്തുള്ള വെയിലാണ് ഇവിടെ. ഏകദേശം ഒരു രാത്രി 8 മണി ഒന്ന് മാറിയാൽ മാത്രമേ ഒരു വെയിലിൻ്റെ വെക്ക മാറത്തുള്ളൂ. അതാണ് നമുക്ക് അധികം പുറത്തൊന്നും ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ സൺഡേ വീട്ടിൽ തന്നെയാണ് കുക്കിങ് കാര്യങ്ങൾ. ഒരു ദിവസമാണ് മക്കളെ കിട്ടുന്നത്. അവർ പഠിക്കുന്ന KB സ്കൂളിലാണ്. അത് കാരണം തന്നെ സാറ്റർഡേ കൂടെ അവർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊരു ദിവസം കിട്ടുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാൻ അങ്ങനെ അങ്ങ് പോവും. പിന്നെ അപ്പം ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. കുക്കിംഗ് ഒന്നും അധികം ചെയ്തില്ല. എനിക്ക് മക്കൾക്കും വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ എന്താ പറയുക, വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങളെപ്പോലൊക്കെ തന്നെ മുന്നോട്ട് പോകാനും പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സഹകരണമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്താ പ്രത്യേകിച്ച് അങ്ങനെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ഹാപ്പി സൺഡേ നേരുന്നു. അപ്പം ഇനി എൻ്റെ മോനവിടെ പടം വരയ്ക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. മോൻ പടം വരയ്ക്കുന്ന മോൾ അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലാണ്ട് അവൾ വേറെ ഒന്നും ചെയ്യാറില്ല. അത് കുരുത്തക്കേടിൻ്റെ അങ്ങേറ്റം. മക്കൾസ് 2 പേരും ഇവിടെ രാവിലെ അവിടെ വേറെ വേറെ പണികളിലാണ്. മോനിവിടെ പടം വരയ്ക്കുകയാണത്. മോൻ വരയ്ക്കുന്ന പടം കണ്ട അവൻ ചെയ്യുന്നത് ആള് മൊബൈലിൻ്റെ എല്ലാ ഓപ്ഷൻ വരച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മൊബൈലിൻ്റെ ഗാലറിയിൽ വന്ന് കിടക്കുന്ന ഗാലറിയിലുള്ള ഫ്രെയിമിൽ വന്ന് കിടക്കുന്ന സാധനങ്ങളാണ് വരയ്ക്കുന്നത് കേട്ടോ. അത്യാവശ്യം ആൾ വരയ്ക്കും. ഇപ്പോൾ സൺഡേയിലൊക്കെ കിട്ടുന്ന ടൈമൊക്കെ ഇരുന്ന ആളുടെ വരപ്പാണ് ഇവിടെ ജോലി. മൊബൈലിൻ്റെ ഓരോ ഓപ്ഷൻ, ഗാലറി, ക്യാമറയും ഗൂഗിൾ പേയും ഫോൺ പേയും എല്ലാം ഉണ്ട് ഇതിനകത്ത്. മ്യൂസിക്കും ഗെയിം എല്ലാം വരച്ച് അതിൻ്റെതായ കളർ മൊബൈലിൽ തന്നെ നോക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അയ്യോ ഇതെന്തോന്ന്, മൊബൈലിൽ തന്നെ നോക്കിയിട്ട് അതിൻ്റെതായ ഇത് തന്നെ കൊടുക്കുകയാണ് ആൾ കുത്തിയിരുന്നത്. അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. കുരുത്തക്കേട് ഇരിക്കുന്നുണ്ടോ? അവനെ ഡിസ്റ്റർബ് ചെയ്യാണ് അവിടെ മെയിൻ പരിപാടി. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെ കുരുത്തക്കേട് കാണിക്കുന്ന സാധനങ്ങൾ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. നാക്കും അപ്പോഴും ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാലും ഞാനാണെങ്കിൽ രാവിലെ കുക്കിങ് കാര്യങ്ങൾ രാവിലെ ഹസ്ബൻഡ് ഉള്ള ടൈമിൽ മക്കളെ രാവിലെ അവർക്ക് 7 മണിക്ക് സ്കൂളിൽ പോകണം. അത് കഴിഞ്ഞ് ഹസ്ബൻഡും വന്നു കഴിഞ്ഞാൽ അവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എൻ്റെതായ വർക്ക് കാര്യങ്ങൾ മീൻസ് എനിക്ക് തയ്യലുണ്ട്. അപ്പം തയ്ക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ എന്നെ ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഓൺലൈൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നൊരു വീഡിയോസിനകത്ത് ഇടുന്നതായിരിക്കും. അതായത് ഓൺലൈൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൊബൈലോ കാര്യങ്ങളോ മാത്രം മതി, വേറെ ഒന്നും പ്രത്യേകിച്ച് വേണ്ട, ഡിപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുപോലൊരു ഓൺലൈൻ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുക, അത്യാവശ്യം തയ്യലുണ്ട് വീട്ടിൽ. പിന്നെ മക്കളുടെ കാര്യങ്ങൾ എല്ലാം അങ്ങനെയൊക്കെ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ക്വാർട്ടേഴ്സിലായത് കാരണം തന്നെ അപ്പം മിക്കവാറുള്ളവർക്കറിയാം ഒരു പട്ടാളക്കാരുടെ ലൈഫിൽ അവർ എന്താ പറയുക, ഹസ്ബൻഡിലൂടെ കിട്ടുന്ന സമയം നമ്മൾ അവരുടെ തന്നെ തള്ളി നീക്കുകയാണ്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും ചേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റും, ഞാൻ അത്രയും നാൾ നിൽക്കും.
അപ്പോൾ കുറച്ച് നാൾ കൂടെയൊക്കെ ഉള്ളൂ പെൻഷനാവാൻ. അതുവരെ കുട്ടികളെയും കൂട്ടിച്ച് എൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്. പിന്നെ ഞാൻ വല്ലപ്പോഴും ലീവിന് മാത്രമാണ് ഞാൻ പോകുന്നത്. എൻ്റെ മക്കളൊക്കെ ജനിച്ചത്, മോന് ഹരിയാന, മോള് രാജസ്ഥാൻ, അങ്ങനെ ഓരോ സ്റ്റേറ്റിലൊക്കെയാണ് അവർ ജനിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് പിടിക്കുന്നത് കേട്ടോ. നാട്ടിൽ അവർക്കും കൂടി സെറ്റാവില്ല. ഇനിയിപ്പോൾ കുറേയൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. നാട്ടിലെ ക്ലൈമറ്റും മഴയും ഒന്നും അവർക്ക് പറ്റുന്നില്ല. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയത് തന്നെ നല്ല മഴ സമയത്തായിരുന്നു. അപ്പം അതിൻ്റേത് ബുദ്ധിമുട്ടും കാര്യങ്ങളും എൻ്റെ മോന് ഭയങ്കര പ്രശ്നമാണ്. അപ്പം മോൻ്റെ കാര്യം പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ അവന് ഓരോ ബ്രീത്തിങ് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുന്നത്. ബിസിനസ്സിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ ഹെൽത്ത് തന്നെയായിരുന്നു. എൻ്റെ മോനെ ഞാൻ ഏതാണ്ട് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 1 വർഷത്തോളത്തിന് മുന്നേ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോനെ 1 വർഷമായതേ ഉള്ളൂ. ഞാൻ അവൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് അത്രത്തോളം ഞാൻ എൻ്റെ മോനെ കൊണ്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് എൻ്റെ മോനെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനും അവന് നല്ല ഹാപ്പി ആയിട്ടിരിക്കാനും അവന് എന്താ പറയുക നല്ലൊരു ഫുഡ് കഴിക്കാനൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ബിസിനസ്, അതായത് എൻ്റെ ലൈഫിൽ എൻ്റെ മോൻ്റെ എൻ്റെ ആയാലും ലൈഫ് മാറ്റി തന്നൊരു ബിസിനസ്സാണ്. അപ്പം ഞാൻ അതൊക്കെയാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിക്കും സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ 2-3 മെഡിസിൻ കൊണ്ട് മാത്രം കുറേ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഇത് എനിക്ക് കിട്ടിയിരുന്നില്ല. അവസാനമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞതും. അപ്പം ഡോക്ടറോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോഴും എനിക്ക് ഈ ഒരു മെഡിസിൻ കംഫർട്ട് എൻ്റെ മോനത് എത്രത്തോളം ഇതായെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. ശരിക്കും ഇപ്പം ഞാൻ 1.5 വർഷമായിട്ട് അവന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോഴും അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ നിൽക്കാൻ കാരണം. അപ്പം ആ ഒരു ബിസിനസ്സിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽസും. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഞാൻ ഡീറ്റെയിൽസായിട്ട് പറഞ്ഞുതരാം. എൻ്റെ ഇമേജ് കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പം എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മുന്നോട്ട് എനിക്കുണ്ടാവണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഞാൻ ഈ ഒരു മോൻ്റെ കാര്യം പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വർക്കിനെ പറ്റി, അതുകൊണ്ട് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുണ്ടായ മാറ്റങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് തന്നെ ഉണ്ടായ ചേഞ്ചിനെ പറ്റിയൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഞാൻ അതിനകത്ത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു.